ഹലോ, ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് ഈ ഒരു അങ്കിളിനെയാണ്. ആൾ വിൽക്കുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ്. എല്ലാം ഒരു 5 രൂപ 10 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്നപ്പോൾ വന്നത് ഫുള്ള് സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസിനൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയൊക്കെയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര രസം തോന്നും. ആളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നി. ഭയങ്കര പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് മങ്കട സാരി മാർക്കറ്റിലാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അവിടുത്തെ കുറച്ച് വീഡിയോസ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ഈ ഒരു മാർക്കറ്റിൽ വീഡിയോ നമ്മൾ എന്തായാലും കവർ ചെയ്യും. കാരണം എല്ലാം നല്ല അഫോർഡബിൾ ആയിരുന്നു. 450-500 രൂപയ്ക്കൊക്കെ നല്ല നല്ല സാരീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ബാന്ദ്ര ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ബാന്ദ്രയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാൻഡേസ് റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ ബാന്ദ്ര പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇവിടെ ടാക്സിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. നമുക്ക് 2 ദിവസം നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൈസ ചിലവാകുന്ന മനസ്സിലാവും. ബസ്സും ട്രെയിനും നല്ല അഫോർഡബിളാണ്. ബാന്ദ്രയിൽ ഇറങ്ങി അടുത്ത് നമ്മൾ ആക്സിസ് റോഡിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ബസ് കിട്ടാൻ പ്രയാസമുണ്ട്. ഓട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എത്തിയതാണ് മൗണ്ട് മേരി ചർച്ച്. ഇത് ബാന്ദ്രയിലാണുള്ളത്. വർഷങ്ങളായിട്ട് ഈ ഒരു ചർച്ചിന് ഈ ഒരു രൂപം തന്നെയാണ്. അവർ ഒട്ടും തന്നെ മാറ്റിയിട്ടില്ല. നമ്മൾ പഴയ സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം. പണ്ടത്തെ അമർ അക്ബർ ആൻ്റണി ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം സെയിം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ചർച്ച ഉള്ളത്. ഗേറ്റിന് പോലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവരതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നും മോശമാക്കിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നല്ല കാമിങ് കൊയ്ത്തായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പുറത്തും അങ്ങനെയാണ്, അകത്തും അതുപോലെ തന്നെയാണ്. നല്ല ഒരു ശാന്തതയുണ്ട്. നമുക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. അത്രയ്ക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ഈ ആൾക്കൂട്ടം കണ്ടിട്ട് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് കിങ് ഖാന്റെ മന്ദിർ. ഇത്രയും ആൾക്കാര് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഈ ഒരൊറ്റ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഷാറുഖ് ഖാനെ കാത്തുള്ള വെയിറ്റിംഗിലാണ്. ഷാറുഖ് ഖാൻ വരുമെന്നാണ് പറയുന്നത്. ആൾക്കാർ പറയുന്നത്. ഞാൻ സെക്യൂരിറ്റി ചോദിച്ചു. സെക്യൂരിറ്റി ഒരു ഇൻഡിക്കേഷൻ പുള്ളിക്കാരൻ പറയുന്നത് വരുമെന്നാണ്. ഹീസ് നോട്ട് ഇൻ ദുബായ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് പുള്ളിക്കാരൻ വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ മറ്റുള്ളവരെ പോലെ വെയിറ്റിംഗ് ആണ്. കണ്ടാൽ ഭാഗ്യം. ഞങ്ങൾ ശരിക്കും അവിടെ ഒരു 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഷാറുഖ് ഖാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും. ബസ്സൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവർ ഷാറുഖ് ഖാൻ വന്നു എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കും. അപ്പം ബസ്സിനകത്തുള്ള എല്ലാവരും കൂടെ ഫോണൊക്കെ എടുത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഷാറുഖ് ഖാൻ വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കും. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരിക്കും. അതൊരു രസമായിരുന്നു അവിടെ. നമുക്ക് തന്നെ അബദ്ധം പറ്റുന്നുണ്ട്. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും നോക്കി കഴിക്കുമ്പോൾ ഇവർ ബഹളം വയ്ക്കും. അപ്പോൾ നമ്മളും അങ്ങോട്ട് നോക്കും വന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. കാരണം പോലീസൊക്കെ വന്നു. എല്ലാവരും ഓടിച്ചു വിട്ടു. എല്ലാവരും ഓടി, നമ്മളും ഓടി. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ വീണു. കാരണം അവിടെ അത്ര ഇങ്ങനെ സേഫായിട്ടുള്ളൊരു സ്ഥലം, കുറച്ച് സ്റ്റെപ്പൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം. ബാക്കിലോട്ട് വീണാലൊക്കെ ഭയങ്കര ആപത്തൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ കണക്കാക്കാതെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ വീണായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ കേരള പോലീസിനെ പോലെയല്ല അവിടുത്തെ പോലീസ്, കുറച്ച് അധികം റഫാണ്. അവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള റോഡിൽ കൂടെ ഓട്ടോയൊക്കെ പോകുമ്പോൾ അവർക്ക് ഒന്ന് സ്ലോ ചെയ്തല്ലേ പോകാൻ പറ്റൂ. പക്ഷെ അവർ ഈ ഓട്ടോയിലൊക്കെ അവരുടെ വലിയ ലാത്തിയാണ്, അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അടിക്കും. അടിക്കുന്ന ആ ഭാഗം ഫുൾ അമർന്ന് ഇങ്ങനെ ഉള്ളിലോട്ടാവും. അപ്പം എത്രയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പരാതിപ്പെടും, പക്ഷെ അവിടെ ആരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും ധൈര്യത്തോടെ ചെയ്യുമെന്ന് തോന്നുന്നില്ലല്ലോ. അതിനുശേഷം വേറൊരു കാര്യം, നമുക്കിവിടെ പെറ്റി നമുക്കിങ്ങനെ ഒരു പേപ്പറിൽ കാറിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് കാറിൻ്റെ ആ ഒരു ടയർ ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പം നമുക്ക് പിന്നെ ആ വണ്ടി എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പോയി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി വേണം നമ്മളത് എടുക്കുക. അങ്ങനൊരു ഇതുണ്ട്. പിന്നെ 2 വീലറൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു രീതിക്കാണ്. ഈ ലോക്ക് ചെയ്ത വണ്ടികളും ഈ കൊണ്ടുപോകുന്നതെല്ലാം ഷാരൂഖ് ഖാനെ നോക്കി വന്ന ആൾക്കാരുടെയാണ്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ഷാരൂഖ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ ആൾ വന്നില്ല. അപ്പം ഞങ്ങൾ നൈറ്റ് ആ ഒരു സമയം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ നൈറ്റാണ്. അപ്പോൾ ആ ഒരു സമയം വരെ ഞങ്ങളും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും ഉണ്ട്. ഒരു മിനിറ്റ് പോലും ആളില്ലാത്തൊരു സമയമില്ല, നല്ല തിരക്കുണ്ട്. ഇനി അടുത്ത തവണയെങ്കിലും ഷാരൂഖ് ഖാനെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് സൽമാൻ ഖാൻ്റെ വീട്ടിലേക്കാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഭയങ്കര സൽമാൻ ഖാൻ ഫാനാണ്. കുഞ്ഞിലേ മുതൽ അങ്ങനെയാണ്. ഒരു 12 വയസ്സ് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൾ ഒരു NGO ഒക്കെ നടത്തുന്നുണ്ട്, ബീയിങ് ഹ്യൂമൻ ഫൗണ്ടേഷൻ. പിന്നെ ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറയുന്നത് ബീയിങ് ഹ്യൂമൻ ആണ്. ഈ ഇവിടുന്ന് വിൽക്കുന്ന കാശിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നത് കാശില്ലാത്ത ആൾക്കാർക്കാണ്. അവരുടെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനുമാണ് ഏതാണ്ട് കാശും ചിലവാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കണ്ട സൽമാൻ ഖാൻ്റെ മൂവി എന്ന് പറയുന്നത് ഖാമോഷിയാണ്. മൂവി ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണണേ, നല്ലൊരു മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഇത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനാണ്. നല്ല നീറ്റായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ തിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ടിക്കറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. നാളെയാണ് ഇവിടുന്ന് തിരിക്കുന്നത്. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.